പെങ്ങളെ, നൗഷാദ് ബാക്കവിയുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എത്രയോ ആൾക്കാർ പറയാറുണ്ട് നൗഷാദ് ബാക്കവിക്ക് ഒരു ദിവസത്തെ റേറ്റ് 1,00,000 രൂപയാ. AC റൂമിലേ കിടക്കോളൂ, ഫ്ലൈറ്റിലെ പറന്നിറങ്ങോളൂ. എന്തൊക്കെ അപാകതകൾ, അസൂയ മൂത്ത് ആസനം താങ്ങി ആദർശത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന വിവരം കെട്ടവര് പറന്നു പരത്തിയാൽ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ട് വിലപേശിയിട്ട് കാശ് വാങ്ങാനുള്ള ഗതികേട് നിങ്ങളുടെ പരിസരവാസിയായ നൗഷാദ് ബാക്കവിക്ക് അള്ളാഹു ഇന്ന് വരെ തന്നിട്ടില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഞാൻ പ്രസംഗിക്കുന്ന അള്ളാഹ് സ്വീകരിക്കണമെന്ന നിയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാ ജുമയ്ക്ക് വേണ്ടി വെള്ളക്കടവ് പള്ളി പോകുന്നത്, അതുപോലെ സ്വതക്കകൾ ചെയ്യുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ദിക്ർ ചൊല്ലുന്നത് എല്ലാം അള്ളാഹുവേ എന്റെ അമലുകൾ സ്വീകരിക്കണമെന്ന. പക്ഷേ എന്റെ അമലുകൾ മുഴുവനും അള്ളാഹു തള്ളിക്കളയുന്നതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. ചെറിയങ്കീഴുള്ള എന്റെ വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രസവിച്ച എന്റെ ഉമ്മ, എന്നെ ഓമനിച്ച എന്റെ ഉമ്മ, എനിക്ക് മുലപ്പാൽ തന്ന എന്റെ ഉമ്മ, എന്നെ തോളത്ത് വെച്ചിട്ട് താരാട്ടുപാടി എന്റെ ഉമ്മ, എനിക്ക് പനി വരുമ്പോ ഉറങ്ങാൻ കഴിയാതെ തോളത്ത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പൊട്ടിക്കരന്ന് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു വകയും കഴിക്കാറ് എന്നെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉറങ്ങാറ് ഉറക്കം നടിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉമ്മ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ ഉമ്മയെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ടോ? എന്നാലും നീ എന്നോടങ്ങനെ ചെയ്തല്ലോ മോര് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്റെ വീട്ടിന്റെ അകത്തിരുന്ന് കരഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവര്, ഏത് വാക്കവിയാണെങ്കിലും അവന്റെ സർവ്വ ഇബാദത്തുകളും അല്ലാഹു വലിച്ചെറിയുകയാണ്. അവന്റെ സുജൂദുകളെ അല്ലാഹു കബറടക്കുകയാണ്. അവന്റെ അദ്കാറുകളെ അത് ചെയ്തു പോലെ മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ള മലക്കുകളോട് പറയുകയാ, നിങ്ങൾ ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ മുഴുവനും അല്ലാഹു പറയും, ഉമ്മായ വേണ്ടാത്തവന്റെ നിസ്കാരവും നോമ്പും അവന്റെ ഒടുക്കത്തെ ഹജ്ജ് ഒന്നും എനിക്ക് വേണ്ട, മുഴുവനും അവന്റെ മോന്തായത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. ഉമ്മ ആരാന്ന് അവൻ അറിയട്ടെ. ആ ഉമ്മയെ എന്റെ വേളാവൂര് മജ്‌ലിസിൽ വന്ന ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയണം? ഉമ്മയുടെ പേര് ആരിഫ ബീവി എന്ന, ഉമ്മയുടെ വാപ്പാടെ പേര് അബ്ദുൽ ഖാദർ സാഹിബ് എന്ന, രണ്ടുപേരും പുത്തമ്പുരയ്ക്കൽ വീട്ടിൽപ്പെട്ടവരാ, വേളാവൂര് പഞ്ചായത്തിൽപ്പെട്ടവരാ. അങ്ങനെ അറിഞ്ഞാ പോരാ, അതൊക്കെ ഇന്ന് ബാക്കിയുള്ളതിനേക്കാൾ നല്ലതുപോലെ